രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് പിരാമൽ ഫാർമ ലിമിറ്റഡ്. പിരാമൽ ഫാർമ കഴിഞ്ഞ ദിവസം 1% ഉയർന്ന് 263 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. ഇൻട്രാഡേയിൽ സ്റ്റോക്ക് 8% ഉയർന്നിരുന്നു. 52 വീക്ക് ഹൈ 307, 52 വീക്ക് ലോ 114, 34,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 771. റീസെൻ്റ്ലി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഫാർമ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ്. ഇയർ ടിൽ ഡേറ്റിൽ 89% റിട്ടേൺ നൽകി. കഴിഞ്ഞ ഒരു വർഷത്തെയും 2 വർഷത്തെയും പെർഫോമൻസ് നോക്കിയാലും മികച്ചതായിട്ട് കാണാൻ സാധിക്കും. പ്രമുഖ ബ്രോക്കേജ് ഫീമായ JM ഫിനാൻഷ്യൽ പിരാമൽ ഫാർമയ്ക്ക് ബൈ എന്ന റേറ്റിംഗും 35% അപ്സൈഡിൽ 340 രൂപയുടെ ടാർഗറ്റ് നൽകിയതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. പിരാമൽ ഫാർമയുടെ ഗ്ലോബൽ മാർക്കറ്റിംഗ് പ്രസൻസ്, കമ്പനി ഓഫർ ചെയ്യുന്ന വ്യത്യസ്തമായ പ്രൊഡക്റ്റുകൾ, കമ്പനിയുടെ എൻഡ് ടു എൻഡ് കേപ്പബിലിറ്റീസ് എന്നിവ മനസ്സിലാക്കിയാണ് പിരാമൽ ഫാർമയ്ക്ക് JM ഫിനാൻഷ്യൽ ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. കൂടാതെ കമ്പനിയുടെ ഏറ്റവും മികച്ച റവന്യൂ ജനറേറ്റിംഗ് സെഗ്മെൻറ്റായ CDMO സെഗ്മെൻറ്റ് വരും സമയങ്ങളിൽ കീ പെർഫോമറായി തുടരുമെന്നും JM ഫിനാൻഷ്യൽ അവകാശപ്പെട്ടിട്ടുണ്ട്. കമ്പനിയുടെ റവന്യൂ മോഡൽ പരിശോധിച്ചാൽ CRO ബിസിനസ്സിൽ നിന്നും അല്ലെങ്കിൽ CRO ബേസ്ഡ് ബിസിനസ്സിൽ നിന്നും 30%, CDMO ബേസ്ഡ് ബിസിനസ്സിൽ നിന്നും 70% റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്യുന്നു. കൂടാതെ US, UK, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കമ്പനിക്ക് സ്ട്രോങ് പ്രസൻസുമുണ്ട്. ഇൻ്റർമീഡിയറ്റ്സ്, API, ഫോർമുലേഷൻസ് എന്നിവയാണ് കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചില പ്രൊഡക്റ്റുകളിൽ കമ്പനിക്ക് മാർക്കറ്റ് ലീഡർ പൊസിഷനുള്ളതായിട്ടും കാണാൻ സാധിക്കും. ബാക്ലോഫെൻ എന്ന പ്രൊഡക്റ്റിൽ 70% മാർക്കറ്റ് ഷെയറും സെവോഫ്ലൂറൈനിൽ 40% മാർക്കറ്റ് ഷെയറുമുണ്ട്. ഹൈ എൻട്രി ബാരിയർ ഉള്ളതുകൊണ്ടും ലീഡിംഗ് പൊസിഷനിലായതുകൊണ്ടും ഈ പ്രൊഡക്റ്റുകളിലെ ലീഡിംഗ് മാർക്കറ്റ് ഷെയർ വരും സമയങ്ങളിലും കമ്പനിക്ക് നിലനിർത്താൻ സാധിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 25 മുതൽ 30% മാർജിനും കമ്പനി നേടിയേക്കും. ഈ ഫാക്റ്റുകളൊക്കെ പരിശോധിച്ചാണ് JM ഫിനാൻഷ്യൽ ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. കൂടാതെ വരുന്ന 3 വർഷം കൊണ്ട് കമ്പനിയുടെ CRO ബേസ്ഡ് ബിസിനസ്സിൽ 17% CAGR കൂടിയുള്ള വളർച്ചയും CDMO ബേസ്ഡ് ബിസിനസ്സിൽ 23% CAGR കൂടിയുള്ള വളർച്ചയുമാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. കമ്പനി പ്രധാനമായി ഏകദേശം 24 പുതിയ പ്രൊഡക്റ്റുകൾ ആൾറെഡി പൈപ്പ് ലൈനിലുണ്ട്. ഇത് എൻ്റയർ ഫാർമ സെക്ടറിലെ അല്ലെങ്കിൽ കമ്പനിയുടെ ഫാർമ സെക്ടറിലെ കോൺട്രിബ്യൂഷനിൽ തന്നെ 11% CAGR കൂടിയുള്ള വളർച്ചയ്ക്ക് കാരണമായേക്കും. അതോടൊപ്പം തന്നെ 18% മാർജിൻ എക്സ്പാൻഷൻ പോസിബിലിറ്റീസും കാണുന്നുണ്ട്. ഈ ഫാക്റ്റുകളൊക്കെ പരിശോധിച്ചാണ് JM ഫിനാൻഷ്യൽ പിരാമൽ ഫാർമയ്ക്ക് ബൈ എന്ന റേറ്റിംഗ് നൽകിയത്. സ്റ്റോക്ക് 264 ട്രേഡ് ചെയ്യുന്നു. 275 പ്രധാന റെസിസ്റ്റൻസ്, 275 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 300, 310 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് അയണോക്സ് വിൻഡ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം 1.4% ഇടിഞ്ഞ് 190 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 24,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 129, 52 വീക്ക് ഹൈ 261, 52 വീക്ക് ലോ 99. 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ്. അതേസമയം അയണോക്സ് വിൻഡ് എന്ന സ്റ്റോക്ക് 200 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം സ്റ്റോക്കിൽ സ്ട്രെങ്ത് ഇല്ല, അല്ലെങ്കിൽ സ്റ്റോക്ക് ബിയറിഷ് ട്രെൻഡിലാണെന്നുള്ള ഫാക്റ്റ് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി അയണോക്സ് വിൻഡുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, ബാംഗ്ലൂർ ബേസ്ഡ് സെറൻഡിക്ക റിന്യൂവബിൾ എന്ന കമ്പനി വിൻഡ് ടർബൈൻ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി അയണോക്സ് വിൻഡ് എന്ന കമ്പനിക്ക് ഒരു ഓർഡർ നൽകി. 60 മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് ടർബൈൻ എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. അയണോക്സ് വിൻഡ് എന്ന കമ്പനി പോസ്റ്റ് കമ്മീഷനിങ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ കൊളാബറേഷൻ വിത്ത് അയണോക്സ് അല്ലെങ്കിൽ മറ്റുള്ള ബ്രാൻഡുകളുമായി കൊളാബറേറ്റ് ചെയ്തും കമ്പനി ഗ്രീൻ എനർജി സെഗ്മെൻറ്റിൽ അവരുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എനർജി പോർട്ട്ഫോളിയോ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. വേദാന്ത ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് ഗ്രീൻ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അയണോക്സ് വിൻഡ് എന്ന കമ്പനി. അയണോക്സ് വിൻഡിൽ വന്നിരിക്കുന്ന പോസിറ്റീവ് ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. അതേസമയം ടെക്നിക്കലി സ്റ്റോക്ക് ഒരു ബിയറിഷ് സോണിലാണ്. 180 ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടാണെങ്കിലും ഈ സപ്പോർട്ട് ബ്രേക്ക് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്റ്റോക്ക് ഒരു ഡൗൺവേർഡ് ചാനലിൽ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഒരു ഡൗൺവേർഡ് ചാനലിൽ താഴോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ കൃത്യമായ രീതിയിലുള്ള ട്രെൻഡ് റിജക്ഷൻ നമ്മൾക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർ ഈ സ്റ്റോക്കിനെ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതേസമയം റിന്യൂവബിൾ എനർജി സെക്ടറിലെ ഒരു സ്റ്റോക്ക് ഹൈ അട്രാക്റ്റീവ് പ്രൈസിൽ ലഭിക്കുകയും സപ്പോർട്ട് പ്രൈസിൽ അക്കുമുലേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ സ്റ്റോക്കിനെ സപ്പോർട്ട് പ്രൈസായ 175, 160, 150 തുടങ്ങിയ റേഞ്ചുകളിൽ സ്റ്റാഗേർഡ് മാനറിൽ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്